نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തെ നിർദ്ദേശത്തെ ಜೀವನದ ಎಲ್ಲಾ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುರೇ ಸೂಚಿಸಿಟ್ಟು ಜೀವನಾಕುನು ಸ್ವಂತ ನಫ್ಸರ ಮರುಕಂತ ಓಡೋತಟಿಗೆ ಉಪದೇಶ ಹಾಕಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಲ್ಲ. ಜೀವನದ ಎಲ್ಲಾ ಘಟ್ಟದಲ್ಲೂ അല്ലാഹുവു ഭയപ്പെട്ട് ജീവനാക്കിടെ യഥാർത്ഥ മുത്തഖിമാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെട്ടിട്ട് അനുഗ്രഹിക്കട്ടെ. പുരുഷത്തെ സത്യവിശ്വാസിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടതും അതേപോലെ അള്ളാന്റെ പക്കൽ സ്വീകൃതമായ ദീനായിട്ടിക്കര് പരിശുദ്ധമായ ഇസ്ലാം ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ಖಂಡಿತമായിട്ടും അള്ളാഹുവിന്റെ മുറ്റത്ത് സ്വീകൃതമായ ദീന് അത് ഇസ്ലാം ദീനായിട്ടിക്കര്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീന്റെ തൃപ്തിപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുള്ളത് ഒരേ ഒരു ദീനായിട്ടിക്കര്, അത് പരിശുദ്ധമായ ഇസ്ലാം ദീൻ അനുസരിച്ചിട്ടായിരിക്കും. എന്നെങ്കിലും ഏത് കാലത്തെ പോലെയും ഈ ഇസ്ലാം ദീനിന്റെ മേല് ശത്രുങ്ങളെ, നാനാഭാഗത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുങ്ങളെ ആക്രമണ ഏത് കാലത്തും നടന്നു വന്നിട്ടുള്ള ഒരു വ്യവസ്ഥ നയിക്കും. അത് ഇപ്പം ഈ സന്ദർഭത്തിലും പരിശുദ്ധമായ ഇസ്ലാം ദീന്റെ വിഷയത്തില് ഇസ്ലാം ദീന്റെ ശത്രുവായ ആൾമാർ പല രൂപത്തിലും പല വിധത്തിലും ഈ ഇസ്ലാം ദീന്റെ ഏത് രൂപത്തില് പരിഹാസ്യാക്കുകയോ ഇതിനെ ഏത് രൂപത്തിൽ നിർമൂലനാക്കുകയോ ചൊന്തു ജാവ് പോലും അങ്ങ് അധ്വാനിച്ചുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് പല രൂപത്തിലുള്ള ഗൂഢാലോചനയും ഈ ദീന്റെ എതിരായിട്ട് ഇന്ന് നടന്നുകൊണ്ടുണ്ട്. ശക്തമായ ഗൂഢാലോചനയ്ക്ക് ഈ ഇസ്ലാം ദീന്റെ എതിരായിട്ട് നടന്നുകൊണ്ടുള്ളത്. ഇതൊക്കെ കാരണം എന്ത് ചൊല്ലിട്ടെങ്കിൽ എന്റെ ദുനിയാവിലും ചമ്മേറ്റ ആൾമാർ ഈ ഇസ്ലാം ദീനിൽ കടന്നു വന്നിട്ടുള്ളൂ. അതൊരു വാസ്തവികതമായ വിഷയത്തിക്കരുത്. ഈ ശത്രുവിനെ എത്രമാത്രം അപവാദം ഇടുമ്പോൾ ഈ ഇസ്ലാം ദീന്റെ നിർമൂലനാക്കുക പ്രയത്നപ്പെടുമ്പോൾ
പല രൂപത്തില് ഗൂഢാലോചനാക്കുമ്പം ദുനിയാവുടെ നാനാഭാഗത്തില് ഈ ദീൻ സത്യമായിത്തിക്കര് ഇത് ആൾമാര് മുന്നോട്ട് ഹക്കായത് മാത്രമേ മുന്നോട്ട് ചൊല്ലി യാഥാർത്ഥ്യ മനസ്സിലാക്കിയിട്ട് ഈ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നിട്ട് അതിൽ പ്രബോധകർമാരായിട്ടോ ആയതിലുള്ള ഒരു സന്ദർഭം എത്തിക്കരുത്. എന്നെങ്കിലും ഉടനെ മനസ്സിലാക്കുന്നത് ഇസ്ലാം ദീൻ ഇത്ര മാത്രം ആൾമാർ കടന്നു വരുമ്പോ ഇത് സഹിക്കുകയാവാത്ത പല ആൾമാർ, അതായത് ഇസ്ലാമിന്റെ ശത്രുവായ ആൾമാർ ഇതിനെ വേണ്ടാത്ത രൂപത്തില് ഇസ്ലാം ദീന്റെ ആദർശത്തെയും അത് പഠിപ്പാട്ടലിലെ കാര്യങ്ങളും ആൾമാരെ മുന്നിൽ ഒരു തപ്പുദാരണമായിട്ട് മുന്നോട്ട് ഒരു കാലഘട്ടം കൂടിയായിട്ടിരിക്കരുത്. അതുകൊണ്ടായിട്ട് ഞാൻ ചൊല്ലുന്നത് പല രൂപത്തിലുള്ള ഗൂഢാലോചന ഈ ഇസ്ലാം ദീന്റെ എതിരായിട്ട് നടന്നുകൊണ്ടുള്ളൂ. എന്നിട്ടായെങ്കിലും ഇത്തരത്തിലുള്ള ശക്തമായ ഗൂഢാലോചന ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു സമുദായത്തിന് മുന്നിൽ അത് ഇന്നുണ്ടായെങ്കിൽ ആ സമുദായ ദുനിയാവുടെ മേലേക്കലാണ് എന്നെങ്കിൽ ഇസ്ലാം ദീൻ ഇത് അള്ളാഹുടെ ദീനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഖിയാമത്ത് നാൾ തോറും ഈ ദുനിയാവുടെ മേൽ നിലനിൽക്കുന്നത്. ഒരിക്കലും ഇതിനെ വടിക്കുക, ഇത് നിർമൂലനാക്കുക പ്രയത്നമല്ലെങ്കിൽ ആ പ്രയത്നം വ്യർത്ഥമായിട്ട് കണ്ടിട്ടെങ്കിൽ ഏത് കാലത്തും ചരിത്രം നമുക്ക് പഠിപ്പാട്ടേണ്ടത്. അതുകൊണ്ടായിട്ട് ചൊന്നത് ഇസ്ലാമിന്റെ എതിർത്ത് നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഗൂഢാലോചന ഇസ്ലാം ദീൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ദീന്റെ മേൽ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടില്ലെങ്കിൽ അത് ദുനിയാവുടെ മേൽ നിന്ന് നിർമൂലനാവട്ടെ. കാരണം എന്ത് ചൊല്ലിട്ടെങ്കിൽ ഇസ്ലാം ദീൻ അനുസരിച്ച് ജീവിക്കുന്ന അന്യായിമാർക്ക് ഇസ്ലാം ദീൻ കൊടുക്കുന്ന ആത്മസ്ഥൈര്യത്തെ എത്തിക്കരുത്. ആ ആത്മസ്ഥൈര്യം കൊണ്ടെത്തിക്കരുത് ഏത് പ്രതിസന്ധി ഘട്ടവും ഏത് പ്രയാസത്തെയും ഒരു മുസ്ലിമുക്ക് നേരിടാൻ സാധ്യമാവും. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ആത്മഹത്യ കോടിയെത്തിക്കരുത്. ഇപ്പത്തെല്ലാം ബന്ധമുണ്ടല്ലാണ്ട് ഈക്ക് മുന്നോട്ട് ആത്മഹത്യ ചൊല്ലുന്നില്ലാണ്ട്. കാരണം എന്ത് കഷ്ടത്തും എന്ത് പ്രയാസത്തും സഹിക്കുകയില്ലേ ആത്മസ്ഥൈര്യത്തെ എത്തിക്കരുത്. പരിശുദ്ധമായ ഇസ്ലാം ദീൻ ഒരു മനുഷ്യന്റെ മുന്നിൽ ഉപയോഗിക്കരുത്. അങ്ങനെ താക്കത്ത് ബലമല്ല, ബദലായിട്ട് ഒരു മനുഷ്യരു എന്തൊക്കെ നേരിടവൂ അതൊക്കെ അവന്റെ കൽബ് കൊണ്ടുള്ള താക്കത്ത് കയറും, ഈമാൻ കൊണ്ടുള്ള താക്കത്ത് കയറും. അങ്ങനെ ഈമാൻ കൊണ്ടുള്ള താക്കത്ത് ഒരു മനുഷ്യനുണ്ടായെങ്കിൽ ഏത് കഷ്ടത്തെയും പ്രയാസത്തെയും അവൻ നേരിടുക സാധ്യമാവും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗൂഢാലോചന ഇസ്ലാം ദീന്റെ മേൽ നടന്നിട്ടും ഇസ്ലാം ദീൻ ഒരു തെല്ല് പോലും യാതൊരു കോടി ആയിട്ടില്ല ചൊല്ലിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്ത ഒരു ഹദീസ് ഉണ്ട്, അജബല്ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ കാര്യം ആശ്ചര്യകരമായിട്ട് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈറുൻ, അവനെ സംബന്ധിച്ചിട്ട് അവനിക്ക് എല്ലാ കാര്യം ഖൈറായിട്ട് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനിക്ക് മാത്രമുള്ളതായിട്ട് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അസ്വാബത്തു സർറാഹു സകറ ഫകാന ഖൈറൻ ലഹു, അവനിക്ക് എന്തായാലും ഒരു സന്തോഷം ഉണ്ടായെങ്കിൽ ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അവನು അള്ളാഹു ശുക്രാക്കുന്ന ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാന ഖൈറൻ ലഹു, അതവന് ഖൈറായിട്ട് ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ അസ്വാബത്തു മർറാഹു സഫറ ഫകാന ഖൈറൻ ലഹു, ഇന്ന് അവന്റെ ജീവിതത്തില് എന്തായാലും ഒരു പ്രതിസന്ധി, എന്തായാലും കഷ്ടപ്പാട്, എന്തായാലും ബുദ്ധിമുട്ട് വന്നിട്ടായി ആ സത്യവിശ്വാസിയായ മനുഷ്യൻ അവര് സ്വപ്നത്തിലെ ചൊല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂടെ രണ്ട് കാര്യത്തെ അല്ലാഹു റസൂൽ പഠിപ്പാട്ടല്ലേ. അതുകൊണ്ടാ ഇസ്ലാം ദീന്റെ നേരെ ഏത് അപപ്രചാരം ബന്ധവും എന്ത് പ്രതിസന്ധി ബന്ധമുണ്ടായും ഒരു മുസ്ലിമായ മനുഷ്യൻ പേടിച്ചു പോകില്ല, ഒരു മുസ്ലിമായ മനുഷ്യൻ ആത്മഹത്യക്കോ പോകില്ല. ബദലായിട്ട് അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പഠിപ്പാട്ട് കൊടുക്കുന്ന ഒരു ആത്മസ്ഥൈര്യമുണ്ട്, ഈ മാനികമായിട്ട് പഠിപ്പാട്ട് കൊടുക്കുന്ന ആത്മസ്ഥൈര്യമുണ്ട്. അത് ഉള്ളിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുടെ ദീനിനെതിരായിട്ട് എന്ത് ബന്ധവും അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ബന്ധവും അത് അവർക്ക് നേരിട്ട് വാവു ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പാട്ടല്ലേ. അതുകൊണ്ടാ ഖുർആൻ പഠിപ്പാട്ടല്ലേ, വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുകും കൈദുഹും ശൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടല്ലേ വഇൻ തസ്ബിറു, നിങ്ങൾ സബ്ർ എടുക്കുന്നതായിട്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടല്ലേ. ഏത് പ്രതിസന്ധിയും ഏത് പ്രയാസം ഏത് ബുദ്ധിമുട്ട് വരുമ്പം അള്ളാഹു പഠിപ്പാട്ടന്റെ വിഷയത്തിക്ക് വഇൻ തസ്ബിറു, നിങ്ങൾ സബ്ർ എടുക്കുന്നതായിട്ട് വതത്തഖു,
നിങ്ങൾ തഖവയുള്ളവരായിട്ടായി ലാ യദുർറുക്കും കൈദുഹും ശൈആ. ഒരാളുടെ കുതന്ത്ര നിങ്ങൾക്ക് ഒരു പ്രയാസത്തെ ഉണ്ടാക്കില്ല ചൊല്ലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. അപ്പൊ പ്രധാനപ്പെട്ട മാർഗം അല്ലാഹു ഒരു മുസ്ലിമായ മനുഷ്യന് പഠിപ്പാട്ടി കൊടുക്കേ. ഒരു പ്രതിസന്ധി, ഒരു പ്രയാസത്തെ, കഷ്ടപ്പാട് വരുമ്പോ അവന്റെ ജീവിതത്തിൽ വേണായ രണ്ട് വിഷയത്തിൽ അള്ളാഹുടെ പഠിപ്പത്തല്ലേ അത് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം. വൈൻ തസ്ബീറു, ഒന്നോ ഏത് കാര്യത്തും സബറോട് കൂടി നേരിടുമായിട്ട് രണ്ടാമത്തേത് അള്ളാഹുടെ സൂക്ഷിച്ചിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് വേണം. അല്ല ചൊല്ലേ ഇത് ജണ്ടുണ്ടാ ലായൊന്നും ഒരു റുവും നിങ്ങൾക്ക് ഉപദ്രാക്കില്ല, ഒരാളുടെ കുതന്ത്രം നിങ്ങൾക്ക് ഉപദ്രാക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. കൈദുഹും ശൈആ, ഒരു പ്രയാസം നിങ്ങൾക്ക് ഉപദ്രാക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിമീങ്ങളായ ഞങ്ങൾ ഈ ഭാഗത്തിൽ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, ദുനിയാവ് എന്തായെങ്കിലും ഞങ്ങൾ എതിരായിട്ട് എന്തായെങ്കിലും ഒരു പ്രയാസത്തെ കടന്നു വരുമ്പോ ഞങ്ങ ദുനിയാവ് പരമായി, അതായത് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യത്തെ സംവിധാനം എന്തെങ്കിലും കൂട്ടി അതിൽ നേടിയെടുക്കുന്ന അവകാശത്തണ്ട അത് ഞങ്ങൾ നേടിയെടുക്കും. കാരണം ഞങ്ങളുടെ ഹക്കിനെ ഞങ്ങൾ നേടിയെടുക്കുന്നത് എന്തെങ്കിലും ಅದಕ್ಕೆ മുന്നോട്ട് പ്രധാനപ്പെട്ട കാര്യത്തിൽ അല്ലാഹു നമുക്ക് പഠിപ്പാത്തന്റെ നിങ്ങൾക്ക് ക്ഷമകളും നിങ്ങൾക്ക് സബറുകളും അതേപോലെ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ജീവിക്കാനാവുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു രൂപത്തിലുള്ള മുറും ഒരാളുടെ കുതന്ത്രം നിങ്ങൾക്ക് ബാധിക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് വ്യക്തമാക്കേ. ഇന്ന് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഈ ദീനിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കുതന്ത്രത്തെ പ്രയോഗാക്കിണ്ടായി അങ്ങനെ കുതന്ത്രത്തെ മേലായിട്ട് അള്ളാഹുവിനെ ഒരു തന്ത്രിക്കുന്നത് അത് ഞങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയത്തെ മനസ്സിലാക്കുള്ളത്. എന്ത് ഇസ്ലാം ദീന്റെ ഇതിനെ തകർക്കുക, ഇത് ആദർശത്തെ അല്ലെങ്കിൽ ഇത് പഠിപ്പാറ്റന്റെ വിഷയത്തെ ആൾമാരെ മുന്നിൽ അപപ്രചാരാക്കുക എന്തും തയ്യാറായും ആ രൂപത്തിലുള്ള കുതന്ത്രത്തിലുള്ള തയ്യാറായും അതിന് മേലൊരു തന്ത്രെടുത്തോളം ഉള്ളാണ്ടായിട്ടിക്കല് ഞങ്ങൾ മനസ്സിലാക്കുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിപ്പാറ്റല്ല. നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഇപ്പല്ല ഏത് കാലത്തിലും ഇസ്ലാമിനെതിരായിട്ട് ശത്രുക്കൾക്കുള്ള പല രൂപത്തിലുള്ള അപപ്രചാരങ്ങൾ, അപവാദങ്ങൾ, പല രൂപത്തിലുള്ള പ്രയാസപ്പെട്ടത് ഇത് ഏത് കാലത്തിലുള്ള ഒരു വിഷയത്തിക്കരുന്നതും കാണുന്നിട്ട് ചരിത്രത്തിൽ. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചിട്ട് ഞങ്ങളെ കാട്ടി ആരെ പ്രയാസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചത്, ബുദ്ധിമുട്ട് അനുഭവിച്ചത് ആരിൽ നിന്ന്? അണ്ടത്തെ ശത്രുക്കളിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും പ്രയാസത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രായത്തില് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴേ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോലെ മാത്രമല്ല ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊല്ലുക പോലും അവിടെയുള്ള ശത്രുവിനെ തീരുമാനിച്ചവർ. അങ്ങനെ യോഗ കൂടിയിട്ട് അബൂജഹൽ അടക്കമുള്ള മുസ്ലിക്കീങ്ങളെ ഒരു കൂട്ടത്തിലേക്ക് തീരുമാനിക്കുന്നത് മുഹമ്മദിനെ കൊല്ലുക, രായത്തെ പറത്തിയിടുക, അല്ലെങ്കിൽ ബന്ധനത്തിലിടുക, ഇങ്ങനത്തെ പല നമുക്ക് ചർച്ചയിലെത്തിക്കരുത്. അതെ മുസ്ലിക്കീങ്ങളെ കൂട്ടത്തിൽ എടുത്ത് നിർദ്ധാരം വെച്ചിട്ട് ആ കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലുക മാത്രമല്ല നബിയുടെ തലയെടുത്ത് പണ്ടുകൊണ്ട് 100 വണ്ടിന് ഓഫർ അണ്ടത്തെ അറബിക്ക് ഒരു വണ്ടി കിട്ടുന്നത് നമുക്ക് വലിയ ഹൈൽ അങ്ങനത്തെ 100 വണ്ടിന് ഓഫർ ആക്കിയൊരു ശത്രുക. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയെടുത്ത് പണ്ടിട്ടെങ്കിൽ 100 വണ്ടി എന്തെങ്കിലും ആ 100 വണ്ടി നക്കി കിട്ടുമെന്ന് ചൊല്ലിട്ടു പല ആൾമാരും ഇറങ്ങിപ്പോയോ, ആയുധം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയോ എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല അത് ഗൂഢാലോചനയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലേക്ക് ആ നിർദ്ധാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടുണ്ട്. വൈദ് യംകുറു ബിക്കല്ലദീന കഫറു ലിയുസ്ബിതുക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സത്യനിഷേധികൾ നിങ്ങളെ ബന്ധനത്തിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിക്കീങ്ങളുടെ നിർദ്ധാരത്തെ അങ്ങനത്തെ തീരുമാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി വൈദ് യംകുറു ബിക്കല്ലദീന കഫറു സത്യനിഷേധികൾ നിങ്ങളെ ബന്ധനാക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ വധിക്കൂ, അല്ലെങ്കിൽ നിങ്ങളെ റായത്തിൽ നിന്ന് പുറത്തിടൂ. ഗൂഢാലോചനാക്കിയ സന്ദർഭത്തിൽ നിങ്ങൾ സ്മരിക്കൊരു നബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്ര മാത്രം നബിക്കെതിരായിട്ട് നിർത്തരു തീരുമാനത്തെത്തരും അന്നത്തെ ശത്രുക്കൾ. എന്തുകൊണ്ട്
അങ്ങനെ ഒരേ ഒരു ಉದ್ದೇಶ അള്ളാന്റെ റസൂലിന്റെ വിരുദ്ധമായിട്ടുള്ളത് ബദലായിട്ട് ഇസ്ലാം ദീന്റെ എതിരെത്തിക്കുന്നു. ഈ ദീൻ വെളിയാവുത്തീരാ, ഈ ദീൻ പ്രಚಾರವಾಗುತ್ತೀರಾ. അതുകൊണ്ട് മുഹമ്മദിനെ കൊന്നിട്ടാങ്കിൽ ആ റസൂലിനെ കൊന്നിട്ടാങ്കിൽ ഇത് ഊടിಗೆ പൊളിഞ്ഞു പോകുന്നಂತ ഇട്ടിക്കര് അങ്ങനത്തെ തീരുമാനത്തിൽ ആ നിർദ്ധാരമില്ലേ ബദലായിട്ട് അനക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരുദ്ധമായിട്ട് എന്തൊരു വൈരാഗ്യമില്ല. കാരണം അങ്ങനെ ഒത്തിരി ജീവിച്ച ആളെത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നുകൊണ്ട് ആദർശത്തെ മേലെ എത്തിക്കര് ഇസ്ലാം ദീന്റെ മേലെ എത്തിക്കര് അനക്ക് വിരോധമില്ലേ. അതുകൊണ്ട് അത് പ്രചാരത്തിൽ ആളെത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലിനെ കൊന്നിട്ടെങ്കിൽ ഈ ഇസ്ലാം ദീനിന്റെ പ്രകാശം കൊല്ലു പോലും ചൊല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഓർക്കും ചൊല്ലേ അങ്ങ് ഗൂഢാലോചനാക്കിയിട്ട് തീരുമാനത്തെ നബിയെ നിങ്ങൾ സ്മരിക്കോളൂ. അങ്ങനത്തെ തീരുമാനം എന്താ ചൊല്ലെങ്കിൽ ഒന്നാ നിങ്ങളെ കൊല്ലുകൂ, ഇല്ല നിങ്ങളെ ബന്ധനത്തിലാക്കൂ, ഇല്ലെങ്കിൽ മക്കത്തിൽ നിന്ന് പുറത്തിടൂ ചൊല്ലേ തീരുമാനം അങ്ങനത്തേത് എന്നെങ്കിൽ അതെത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ ചൊല്ലേ അങ്ങ് കുറ്റത്തെ പ്രയോഗാക്കിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അങ്ങനെ കുതന്ത്രത്തിന്റെ തന്ത്രത്തെ കൂടിയ എങ്ങനത്തെ തന്ത്രം ചൊല്ലിട്ടെങ്കിൽ ഏതൊരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നെങ്കിൽ ആ എവിടെ തലയെടുത്ത് വന്നിട്ടെങ്കിൽ ഈ ഇസ്ലാം ദീന് പൊളിടിച്ചുണ്ടാകുന്ന ആഗ്രഹിച്ചത അതേ റസൂലിനക്ക് അതേ മക്കത്ത് അധികാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അതേ മക്കത്ത് അധികാരത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് അതെത്തിക്ക് അമ്മ ചൊല്ലേ വല്ലാഹു ഖൈറുൽ മാകിരീൻ അല്ലാഹു എത്തിക്കറ തന്ത്രവോട് ഖൈറായവൻ. എങ്ങനത്തെ ഭരണാധികാരി എന്ത് തന്ത്രവുടെയും അങ്ങനെ മേലോട്ട തന്ത്രാക്കളോട് ഉള്ള ചൊല്ലിക്കര് ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പാറ്റണ്ടേ. അതുകൊണ്ട് ഈ ഇസ്ലാം ദീന്റെ ഏത് കാലത്തും ഏത് ശത്രുവും എന്ത് അപവാദത്തെയും ഇതിൽ ഒരിക്കലും നിർമൂലനാക്കുക സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, കൂടെ ഇതേ രാജ്യത്തില് ഒരു വർഷത്തിന് മുതൽ ഇന്ത്യ ചെന്ന രാജ്യത്തില് ഒരു വർഷത്തിന് മുതൽ NRC ചൊന്നത് കണ്ടു വന്നത് അല്ലെ സഹോദരന്മാരെ. എന്തായിട്ടിക്കുന്നത് ഉൾഗത്തുള്ള ബഹുമുഖ്യമായ വിഷയം എന്ത് ഊടുള്ള അല്പസംഖ്യാത്ത ആൾമാരെ ഈ ഇന്ത്യത്തെ പർത്തിട വൈത്തിക്കരുത്. അത് മൂല ഉദ്ദേശ പർത്ത് ചൊന്നില്ലെങ്കിൽ അതിന് മൂല ഉദ്ദേശം അതെത്തിക്കരുത് എന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ തന്ത്രാക്കുമ്പോ അള്ളാഹുടെ ഒരു തന്ത്ര ബാരമിട്ട് അല്ലെ അത് NRC എത്തബന്ധ കൊറോണ ചൊല്ലത് കടന്നു വന്നത് കൊറോണ ചൊല്ല സീക്ക് കടന്നു വന്നത് ഈ ദുനിയാവിಗೆ കടന്നു വന്നത് അല്ലെ ആറ് മൗത്ത് പർത്ത് പറഞ്ഞു തീരാ ഒരാള് മൗത്ത് പർത്ത് പറഞ്ഞു തീരാ ആറ് ഞങ്ങളുടെ രായത്തിൽ നിന്ന് പർത്തിനെ തീരുമാനിച്ചതാ അങ്ങനെ നിയമം പാസ്സാക്കിയത് ആരെങ്കിലും ഔത്തിൽ നിന്ന് പർത്ത് വന്നേ രായത്തിൽ നിന്നല്ല ഔത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടെങ്കിൽ അങ്ങനെ മേലെ ശിക്ഷാ നടപടിക്രമം എടുക്കുക തെറ്റിക്കളാഹു എന്തേറ്റല്ലേ ഞങ്ങളെ പർത്തിനെ ആര് തീരുമാനിച്ചതാ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് കാണാത്ത ഒരു സൂക്ഷ്മജീവി എത്ത വന്നിട്ട് ഒരാളുടെ ഔത്തിൽ നിന്ന് പുറത്ത് വന്നതല്ലോ അനുവദിച്ചില്ല. എന്നെങ്കിലും ഇത്തരത്തിലുള്ള ഈ തീരുമാനത്തെ ആൾമാർ ഈ ഗൂഢാലോചനയ്ക്ക് ആൾമാർ അങ്ങനെ എന്താക്കിയോ ചൊല്ലിട്ടെങ്കിൽ അങ്ങനെ നിയമ പാസ്സാക്കിയോ ഔത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരും തീരാ നോക്കൂ അങ്ങനെ ബായിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലപ്പെട്ട ഒരാൾ ഔത്തിൽ നിന്ന് പുറത്തു വരും തീരാ പ്രായത്തെ പറിച്ചിട്ട് വിടും ഔത്തെ പുറത്തു വരും തീരട്ട് അങ്ങനെ ബായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു ഖൈറുൽ മാകിരീൻ ചൊല്ലതക്ക് അതെത്തിക്കര് മുസ്ലിം ഉമ്മത്ത് മുസ്ലിം സമുദായം മനസ്സിലാക്കുന്നു. ഏത് പ്രയാസം വരുമ്പോ ഫസ്റ്റ് ദുനിയാവുടെ മാർഗം അന്വേഷിക്കുന്ന മുന്നോട്ടോ ഞങ്ങളെ റബ്ബുള്ള ആ റബ്ബും എനിക്ക് ഉണ്ട് മാർഗം എടുക്കത്തുന്ന അത് ഫസ്റ്റ് നിങ്ങൾ നോക്കുന്നു. കാരണം സഹായത്തുണ്ടാവും ഔനയിട്ടിക്കണ സഹായത്തുണ്ടാവും ഔനയിട്ടിക്കണ അതല്ലേ ദുനിയാവിൽ ഒന്നായിട്ട് ഞങ്ങൾക്ക് സഹായക്കും തീരുമാനിച്ചിട്ടെങ്കിൽ അള്ളാഹുടെ തീരുമാനം ഇല്ലെണ്ടെങ്കിൽ ദുനിയാവ് ഒന്നായിട്ട് ഞങ്ങൾക്ക് സഹായത്തെ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് സഹായക്കും ആവില്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പാറ്റണ്ടേ. ഇന്ന് ദുനിയാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ദുനിയാവ് ഞങ്ങൾക്ക് എതിരായിട്ടുണ്ടെങ്കിൽ അള്ളാഹുടെ സഹായം ഉണ്ടെങ്കിൽ അങ്ങൊക്കെ എന്തോ ഒരു ചെറിയ രൂപത്തിൽ പ്രയാസം ഞങ്ങൾക്ക് തരുന്നതാവില്ല എന്നെത്തിക്കല് അള്ളാഹു പഠിപ്പാറ്റണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും സാമർത്ഥ്യമുള്ളവനായിട്ടിക്കറ. അതുകൊണ്ട് സഹോദരന്മാരെ നോക്കൂ, ഇപ്പൊ കാശ്മീരത്തിൽ ഒരു ഘടന നടന്നിട്ട് 10-26 സഹോദരന്മാർ മരണപ്പെട്ടവർ അല്ലെ എന്തെങ്കിലും അതൊക്കെ സാക്ഷിയായ പല ആൾമാരോട് ചെന്നോറു അവിടെ നടന്ന ഘടനയെല്ലാം വിവരിച്ചോറു കാശ്മീരത്തിൽ മുസ്ലിം സഹോദരന്മാർ അതിനെ പ്രതിഭടനാക്കി വിരോധിച്ചോറു ദുനിയാവിലെ ഇന്ത്യത്തിലെല്ലാം മുസ്ലിം അതിനെ വിരോധിച്ചോറു എന്നെങ്കിലും ചില മാധ്യമങ്ങൾ ചില ശത്രുക്കൾ ഇന്നും ഒക്കി നോക്കിയിട്ടുള്ളൂ എന്തെങ്കിലും കിട്ടുക വാർത്തയായിട്ട് ചൊല്ലൂ. കാരണം അങ്ങനെ ഉദ്ദേശം എന്നായിട്ട് ഇസ്ലാം ദീൻ ഭയോത്പാദന പ്രചോദനാക്കി ദീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ಭಯೋತ್ಪಾದನೆ ಪ್ರಚಾರಕ್ಕೆ ಇಟ್ಟಿಗೆ ಅಂಕೊಟ್ಟೆ ಈ ದುನಿಯಾದ മുഴുവൻ കാത്തു. അതുകൊണ്ടാ ഇത്തരത്തെ ആൾമാർ വിരോധിച്ചിട്ടും പാടുമങ്ങ അങ്ങനെ ഇതിൽ തീർച്ചയായിട്ടുള്ളവർ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ. കാരണം എനിക്കെല്ലാം മൂല ഉദ്ദേശം എന്താ ചൊല്ലെങ്കിൽ ഈ ദീനായിട്ടിരിക്കുന്നു, ഇത് കുടിക്ക് ഓതിയറ, ഇത് ഇങ്ങനെ ബെഞ്ഞു പോയിട്ടുള്ളൂ. ആൾമാർ ഇതൊക്കെ കൂട്ടമായിട്ട് കടന്നു വന്നിട്ടുള്ളവരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ വിഷയത്തിൽ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കണം. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പ്രബോധനം തുടങ്ങിയിട്ട അണ്ടിൽ പിന്നെ ഇതിക്കെതിരായിട്ട് ശത്രുക്കൾ ഇന്നരെ അണ്ടിൽ പിന്നെ തുടങ്ങിയത്. ഇന്ന് ഖിയാമത്ത് നാൾ തോന്നും ഇതിങ്ങനെ കടന്നു പോയിട്ടിരിക്കരുത്. അതുകൊണ്ട് ഉടനകം മനസ്സിലാക്കുന്ന വിഷയം, ഏത് പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആത്മസ്ഥൈര്യത്തെ പഠിപ്പാക്കേണ്ടത്. ആത്മസ്ഥൈര്യം അത് നേരിടവില്ലേ ഈമാനികമായ താക്കത്തെത്തിക്കോ ഞങ്ങൾക്ക് ഒന്നാമത്തെ ബനായത്. ഇന്ന് ഈ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഏത് വിഷയം അന്വേഷണത്തിലേക്ക് മുന്നോട്ട് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ബനായത് പ്രാർത്ഥന എത്തിക്കരുത്, അള്ളാഹുക്ക് ദുആ എത്തിക്കരുത്, ശക്തമായിട്ടുള്ള ദുആ എത്തിക്കരുത്. അത് ഞങ്ങളെ വൈയക്തികമായിട്ടുള്ള ജീവിതത്തിൽ പ്രയാസപ്പെട്ട് സാമൂഹികമായിട്ട് പ്രയാസപ്പെട്ട് എന്ത് ബുദ്ധിമുട്ട് വന്നെങ്കിലും അള്ളാഹുക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ആയുധ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന മുഖാന്തരത്തിക്കര് പല യുദ്ധത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചിര് അല്ലെ. ബദർ യുദ്ധത്തെ പോകുന്നതിന് മുന്നോട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന എങ്ങനെയുണ്ട്, എത്ര ശക്തമായിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തട്ട കീഴിൽ വന്നു, കണ്ണിൽ നിന്ന് ധാരാളമായിട്ട് അല്ലാഹു റസൂൽ തന്നെ പോയിട്ട് സുജൂദിൽ പോയിട്ട് കൈ ഉയർത്തിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു വിജയം കൊടുത്ത. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും അള്ളാഹുക്കുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. അത് കാലി പ്രയാസപ്പെടുന്നത് മാത്രമല്ല, നല്ല ക്ഷേമ കാലഘട്ടത്തിലും അള്ളാഹു ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മനുഷ്യന്മാരെ ഒരു സ്വഭാവമുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പാക്കണ്ട. ബുദ്ധിമുട്ട് വരുമ്പോ പ്രയാസം വരുമ്പോ മാത്രം അള്ളാഹുക്ക് പ്രാർത്ഥിക്കരുത് അല്ലെ. എന്തായാലും ഞങ്ങൾക്ക് പ്രയാസവന്റെ കാര്യമില്ലെങ്കിലും അപ്പൊ അള്ളാഹു നിലപ്പാവും, അപ്പൊ പ്രാർത്ഥിക്കണോ. ഇതൊരു മനുഷ്യന്റെ സ്വഭാവത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാക്കണ്ടേ. വൈദാ മസ്സൽ ഇൻസാന ദുർറു ദഅാനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമ ഫലമ്മാ കശഫനാ അൻഹു മുർറഹു മർറ കഅന്ന യദ്ഊന ഇലാ ദുർരി മസ്സഹു. അല്ലാഹു ചൊല്ലേ വൈദാ മസ്സൽ ഇൻസാന മുർറു ദഅാന, മനുഷ്യനെന്തായി മുർറു വന്നിട്ടെങ്കിൽ അല്ലാഹു ചൊല്ലേ മനുഷ്യനെന്തായി ഒരു പ്രയാസം വന്നിട്ടെങ്കിൽ ദഅാന ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമ അവന്നകത്തേക്ക് കേൾക്കുക. എങ്ങനെ ചെന്നിട്ടെങ്കിൽ വെച്ചിട്ടും നിന്നിട്ടും ഉറങ്ങി കിടന്നിട്ടും ഞങ്ങൾക്ക് ഒന്ന് കേൾക്കുന്ന വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അങ്ങനല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നിട്ടെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടെങ്കിൽ തിന്റെ ചോറ് തടിക്കുമോന്നില്ല അല്ലെ. തഹജ്ജുദേ നിസ്കാര കൃത്യമായിട്ടുള്ള 5 വക്ത് നിസ്കാര കറക്റ്റ് നല്ലതേ ഇത്തിക്കരുത് അല്ലെ. അപ്പ ഇത്തിക്കര് ഈ റായത്തിന് കൂടെ ഒരു പല്ലുള്ള ചൊല്ലോന്ന് പോയിട്ട് അവിടെ ചില ആൾമാർ അങ്ങനത്തെ ആൾമാറുള്ളൂ. അവന് പ്രയാസം വരുമ്പോ കൃത്യ ബാങ്കിന് മുന്നേ പള്ളിന് വേണ്ട ജാവ് വർക്കേ ഇല്ല. തഹജ്ജുദോട് കൂടി നിസ്കാര നല്ല പ്രാർത്ഥന എത്തിക്കരുത്. കാരണം എന്തേ അവൾക്ക് മുറിവ് വന്നത്, അവൾക്ക് കഷ്ടപ്പാട് വന്നത്, അവൾക്ക് ബുദ്ധിമുട്ട് വന്നത്. പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവേ ഈ നുറുവിൽ നിന്ന് എന്റെ സലാമത്താക്കും, നല്ല നീ ബച്ചവാക്കണം അല്ലാഹുവേ, നക്ക് നല്ല ജീവിതക്കാരനെ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കാണുന്നില്ലേ എന്നെ അള്ളച്ചല്ലേ. ഫലമ്മാ കശഫനാ അൻഹു മുർറഹു, അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞങ്ങൾ അവന്റെ മുറ് ദൂരാക്കിയിട്ടായിരുന്നല്ലേ. പിന്നെ അവൾക്ക് പല്ലില്ല, ഒന്നുമില്ല. പിന്നെ അവൻ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തതുകൊണ്ട് പല അവൻ അടുത്ത വിശുദ്ധ ഖുർആൻ അങ്ങനത്തെ ആൾമാരാവുകയാണ്. ബഹുഭൂരി ആൾമാർ അങ്ങനത്തെ ആൾമാരെ എത്തിക്കോ. എന്ന് പ്രയാസ ബുദ്ധിമുട്ട് പറഞ്ഞു മാത്രമേ അള്ളാഹു നിലപ്പാവിടെ അള്ളാഹുത്തെ പ്രാർത്ഥിക്കേ. അതല്ല ക്ഷേമ കാലഘട്ടത്തിലും അള്ളാഹുക്ക് പ്രാർത്ഥിക്കണം, റബ്ബുട്ടിക്ക് പ്രാർത്ഥിക്കണം. കാര്യം ബുദ്ധിമുട്ട് പറഞ്ഞ കർമ്മല്ല. അത് എങ്ങനെ പ്രാർത്ഥിക്കേ? വെച്ചിട്ടും കിടന്നിട്ടും നിന്നിട്ടും വന്നതല്ലേ. ഈ രൂപത്തിൽ അവൻ പ്രാർത്ഥിക്കുക. അവർക്ക് പ്രയാസം വന്നത്, ബുദ്ധിമുട്ട് വന്നത്, അതൊന്നും ഇല്ലാണ്ടാവുക അള്ളാഹുക്ക് പ്രാർത്ഥിക്കണം. കൃത്യമായിട്ടുള്ള നിസ്കാരം എല്ലാം ആയിട്ടുണ്ട് എന്നെങ്കിൽ അള്ളാഹു അതിൽ നിന്നുകൊണ്ട് ദൂരാക്കിണ്ടെങ്കിൽ പിന്നെ ഒന്നും ആ മനുഷ്യക്ക് ഇല്ല ചൊന്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനത്തെ മനുഷ്യർ അള്ളാഹു എങ്ങനെ സഹായിക്കും? ഇങ്ങനത്തെ മനുഷ്യർ അള്ളാഹു എങ്ങനെ സഹായിക്കണോ? അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ സ്വഭാവം ഒരു സത്യവിശ്വാസികൾ തിക്കോട്ടിയറ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നബിമാരെ ചരിത്രത്തിൽ നോക്കുക, അത് പ്രയാസത്തെ ഘട്ടത്തിൽ മാത്രമല്ല അള്ളാഹുടെ ഓർത്തില്ലേ, അള്ളാഹു നിലപ്പാക്കിയില്ലേ. എല്ലാ ക്ഷേമ കാലഘട്ടത്തിലും അത് അള്ളാഹുടെ ഓർക്കുന്നത്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര പഠിപ്പാത്തന്നെ അള്ളാഹു പഠിപ്പാത്തന്നെ. യൂനുസ് നബിയുടെ ഒരു മീൻ മെളിഞ്ഞിട്ട് എന്നിട്ട് യൂനുസ് നബി ആ മീനിന്റെ ബൈത്തിലൂടെ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബച്ചവാക്കി അത്ഭുതമായിട്ട് അവിടെ ഒരു അള്ളാഹു ഒരു വിഷയം ചൊല്ലാ.
യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അങ്ങനെ പച്ചവാക്ക് കാരണം ചെന്നിട്ടെങ്കിൽ അതിലെ ക്ഷേമ കാലഘട്ടത്തെ അള്ളാഹുടെ ഓർത്ത് ഇന്നാളേക്കുന്നത് ഒരു സമയ അതിലെ ക്ഷേമ കാലഘട്ടത്തിൽ അള്ളാഹുടെ ഓർത്തിടെ ആളായിട്ടില്ലെങ്കിൽ തെയ്യാമെന്നാക്ക് വന്നിട്ടുണ്ട് നീന്റെ ബൈത്തുൽ ഇരിക്കാൻ വിശുദ്ധ ഖുർആൻ ഉള്ള പഠിപ്പാറ്റല്ലേ. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇവിടെ 3 വിഷയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ മനസ്സ്. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് ശക്തമായത്. രണ്ടാമത്തേത് ഏതും സബുറോട് കൂടി നേരിടുക അള്ളാഹു സുബ്ഹാനഹു വ തആല. മൂന്നാമത്തേത് തഖ്വത്തെ ജീവിതം വേണം. തഖ്വത്തെ ജീവിതം ഇല്ലെങ്കിൽ എന്തും ആക്കിയിട്ട് കാര്യമില്ല. നന്നിട്ട് നിസ്കാരമില്ല, ഞാൻ അള്ളാഹുടെ ഭയപ്പെടില്ല, നനക്കുള്ള സമ്പത്തെല്ലാം ഹറാമായത്, നന്റെ ജീവിതം ധിക്കാറത് എന്നിട്ട് ನಾನು മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെടുമ്പോൾ അതുക്കുള്ള സഹായത്തിന് ഞാൻ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ റബ്ബ് സഹായത്തിന്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു 2 വിഷയത്തിന്റെ, ഒന്ന് സബർ, പിന്നെ തഖ്വത്തോട് കൂടി ജീവിതം ഉണ്ടെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ശൈആ, ഒരാളുടെ ദുർറും നിങ്ങൾക്ക് ബാധിക്കില്ല തെറ്റിക്കത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നോത്തോളം അള്ളാഹിന്റെ ദീന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ട് ജീവിക്കുകയോ ഇസ്തിഖാമത്തിൽ ജീവിക്കുകയോ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമത്തെ നിർദ്ദേശനത്തെ അനുസരിച്ച് ജീവിക്കുന്ന സ്വന്തം നഫ്സിനെ മറക്കേണ്ട ഓരോരുത്തರಿಗೆ ಉಪದೇಶ ആക്കേണ്ടില്ല, വസിയത്ത് ആക്കേണ്ടില്ല. സഹോദരന്മാരെ, രണ്ടാമത്തെ ഖുതുബത്തിൽ ചൊല്ലുന്ന വിഷയ ഇതേ ബണ്ട് 27 താരീഖിന് മൈക്കൽത്തുലിലെ ദാറുൽ ഖൈർ ഓഫീസിൽ ഒരു ബാലക്കാർമാർക്ക് ಬೇನಾയിട്ട് സുബൈ 9 ಗಂಟೆ 12 ಗಂಟೆ ബാലക്കാർമാർക്ക് ಬೇನಾയിട്ട് ഒരു സഭ വെച്ചത് ഓഫീസിൽ. അതുകൊണ്ട് ഈ ഒരു സഭയിൽ ഹൈസ്കൂൾ പഠിക്കുന്ന മക്കള് അതേപോലെ 45 വർഷമുള്ള എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആക്കും. ഇങ്ങനത്തെ ഒരു സഭ, ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് എന്തിനാക്കി ചൊല്ലിട്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ടുണ്ടു. ഇന്ന് ഞങ്ങളെ യുവത്വത്തെ അവസ്ഥ എന്ന് ചൊല്ലു ഞാൻ വിശദീകരിക്കൊണ്ടില്ല. ഞങ്ങളെ ബാലക്കാർമാരുടെ അവസ്ഥ എന്ന് ചൊല്ലു ഞങ്ങൾക്ക് എല്ലാവരും കൊണ്ടുണ്ട്. കാരണം ಅದಕ್ಕೆ ಕಾರಣമുണ്ട്. ചൊല്ലെങ്കിൽ കുറേ വർഷത്തിന് മുന്നല്ല ഞങ്ങൾ ചുറ്റുപാടുള്ളത് അത്ര ബെടുക്കത്തറയിത്തേക്ക് ഇന്ന് ദുനിയാവുടെ മേലില്ലേ. അതൊക്കെ ഞങ്ങളെ യുവത്വ അല്ലെങ്കിൽ ഞങ്ങളെ ബാലക്കാർമാരും ബാലക്കാർത്തിമാരും കടന്നു പോയിട്ടുള്ളൂ. എത്രത്തോളം ചൊല്ലിൽ നോക്കൊരു ഒരു വിഷയത്തില്ല. ഇന്ന് ഞങ്ങളെ ബാലക്കാർമാരുടെ മുടിയെടുത്ത് ചെന്നിട്ട് ഒരു സൈഡ് വെച്ചിട്ട് ഒരു സൈഡ് പഠിച്ചെടുക്കോ. ഞങ്ങൾ എത്ര ഉത്ബോധന കൊടുത്തെങ്കിലും ആ മക്കത്ര സമാക്കി എടുക്കില്ല. അതിന് ഗൗരവം അങ്ങ് മനസ്സിലാക്കിയിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പലക്കൈത്തിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യത്തിൽ ചൊല്ലു എത്ര ചൊല്ലുന്ന സാൽത്ത അങ്ങ് അത്ര ഒരു ചെറിയ വിഷയം പോലും അത്ര ഒരു ഗമനത്തിൽ എടുക്കില്ല. ബാക്കി വിഷയം പിന്നെ എത്തിക്കരുത്. അതുകൊണ്ട് ഞങ്ങളെ മക്ക ദീന്റെ ചൗക്കട്ടിൽ ഇപ്പോൾ ചൊല്ലിട്ട് ഒരേ ഒരു ഉദ്ദേശത്തെ എത്തിക്കരുത് ഈ ഒരു സഭ ആയോജനത്തിന്. കാരണം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ഘട്ടമായിട്ടുള്ളത് യുവത്വമായിട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അഭിഷേക പഠിപ്പാട്ടുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദുർബലാവസ്ഥയിൽ നിന്നേക്ക് അല്ലാഹു സൃഷ്ടിയാക്കി. അതായത് ഒന്നാമത്തെ ഘട്ടം നിങ്ങളുടെ ജീവിതത്തെ ഉമ്മയുടെ ബൈത്തിൽ പുറത്തുവന്ന കാലഘട്ട. അപ്പൊ നിങ്ങൾ ദുർബലമായിക്കുന്ന കാല് മുഷ്ടി വെച്ച് കയ്യുമായിട്ട് മാത്രമേ പൈക്രണ്ടിക്കേക്ക് സാധ്യമില്ലാത്ത ഒരു കാലഘട്ട. അതല്ല ചൊല്ലേ അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ, നിങ്ങളെ ദുർബലാവസ്ഥയിൽ അല്ലാഹു നിങ്ങളെ സൃഷ്ടിയാക്കിയാണ്. സുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ, പിന്നെ ആ ദുർബലാവസ്ഥയിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഖുവ്വത്ത് തന്ന. ഖുവ്വത്ത് ചൊല്ലെങ്കിൽ താക്കത്ത് തന്ന, ശക്തി തന്ന. നിങ്ങൾ എഞ്ചിനിക്കുകയും നടക്കുകയും നിങ്ങളുടെ വിഷയത്തിൽ ചിന്തിക്കുകയും പല രൂപത്തിലുള്ള താക്കത്തിൽ അല്ലാഹു തന്ന. അത് ഏത് ആ സമയമാണ്? ഇതേക്ക് യുവത്വ ചൊല്ല സമയമാണ്. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശക്തിയുടെ പെർമനന്റ് ആയിട്ട് നിലനിൽപ്പാട്ടുക ഇല്ല. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫ, പാടും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലാവസ്ഥ കൊണ്ടുവന്ന പാടും നിങ്ങൾക്ക് വയസ്സാവുള്ളൂ. എങ്ങനെ ഉമ്മയുടെ ബൈത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ ദുർബലമായിട്ടുന്നതാ, അതേപോലെ ഈ ശക്തി കഞ്ഞേൽക്കുന്ന ഈ താക്കത്ത് കഞ്ഞേൽക്കുന്ന അതേപോലെ പാടെ ഒരു ദുർബലാവസ്ഥ നിങ്ങൾ കടന്നു പറഞ്ഞുകൊണ്ടു. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ശക്തിയുടെ കാലഘട്ടത്തില് എന്തും ആക്കുക തയ്യാറുള്ള ഒരു കാലഘട്ടം എത്തിക്കരുത്.
അപ്പൊ ഈ സമയത്തെ അള്ളാന്റെ മാർഗത്ത് കയറ്റിക്കൊണ്ടങ്ങ് ഉപയോഗപ്പെടുത്താനായിട്ട്, റബ്ബുടെ മാർഗത്ത് കയറ്റിക്കൊണ്ടങ്ങ് ഉപയോഗപ്പെടുത്താനായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. 4 അർശരെ തണൽ കിട്ടേ 7 വിഭാഗത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ. ഇപ്പൊ ഇത്ര ദൂരം സൂര്യ ഉള്ളൂ, നമുക്ക് ചൂട് തടയുകയില്ല. മഹ്ശറ മൈതാനത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു ചാണ്ട് നേരേക്ക് സൂര്യ ഉള്ളത്. ആ സമയത്തിൽ 7 വിഭാഗത്തിന് തണലുണ്ട് ചൊല്ലിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിൽ ഒരു വിഭാഗത്തിന് അള്ളാഹുടെ ഇബാദത്തിൽ മുങ്ങിട്ടുള്ള ബാലക്കാരന്മാരുടെ വിഷയത്തിൽ, അള്ളാഹുടെ ദീനുമായിട്ട് ബന്ധമില്ല ബാലക്കാരന്മാരുടെ വിഷയത്തില്, അള്ളാഹുടെ പള്ളിയുമായിട്ട് ബന്ധമില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ക അള്ളാഹുടെ അർശരെ തണലുണ്ട് ചൊല്ലിട്ടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തുണ്ട്. അതുകൊണ്ട് ഈ ആരോഗ്യത്തെ കാലത്തില് അഹങ്കരിക്കുക അള്ളാഹു നമുക്ക് തന്നത് ബദലായിട്ട് ನಾನು ನನ್ನ ಈ ದೀನಿಗೆ ಮೇಲೆ ನನ್ನ ಪಡೆಚವನು ಅಲ್ಲಾಹು ನಕ್ಕೆ ಎಲ್ಲ ವ್ಯವಸ್ಥೆಯಾಗಿ ತರುವವನು ಅವನು. ಅപ്പൊ ಅವന്റെ മാർഗത്തില് ನಾನು എന്ത് ആക്കിയ എന്ത് പണിയിട്ട നക്കിതൊക്കെ തന്നവನು, ನಾನು കേൾക്കാണ്ട് പിടിക്കാണ്ട് എല്ലാം തന്നവನು അവനായിട്ടിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്ക് പിന്നെ ഇവിടെ എല്ലാ വ്യവസ്ഥയാക്കി തന്നവನು അവനായിട്ടിരിക്കണം. അതുകൊണ്ട് ഈ ശക്തിയുടെ സമയത്ത്, ഈ താക്കത്തിന്റെ സമയത്ത് അഹങ്കരിക്കലല്ല, പൈസ കൊണ്ട് അഹങ്കരിക്കലല്ല, സൗന്ദര്യം കൊണ്ട് അഹങ്കരിക്കുകയല്ല, ബദലായിട്ട് നന്റെ ശരീരത്തിൽ നിന്നും നന്റെ ചിന്തയിൽ നിന്നും എന്തായിട്ട് അള്ളാഹുടെ ഈ മാർഗത്തിൽ ഞാൻ ചെലവാക്കിയിട്ടില്ലേ അതായിട്ട് പ്രതി ഓരോരുത്തരും ചിന്തിക്കണായത്. കാരണം ഊടിൽ നിന്ന് ഞങ്ങൾ ദുർബലാവസ്ഥയ്ക്ക് കടന്നു പോകുന്നുണ്ടോ. അതുകൊണ്ട് തിരുസത്തെ ബാലക്കാരന്മാരോടുള്ളവരും ഈ ഒരു സഭയ്ക്ക് നിങ്ങൾ എല്ലാവരും കടന്നു പറഞ്ഞു തീരത്തെ മണിക്കരോത്തോളം അള്ളാഹു തന്നെ ഈ ആയുസ് അള്ളാഹുടെ ദീനിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ആയുസിനെ ചെലവാക്കാൻ ചൊല്ലിട്ട് ഈ സന്ദർഭത്തിൽ രണ്ടിട്ടും നിങ്ങൾക്ക് ചൊല്ലുകൊല്ലേ സഹോദരന്മാരെ. നോക്കൊരു ചരിത്രന് മഹാനായ മുആദ് മിസ്ഹബിന്റെ ചരിത്ര എത്ര ബാലക്കാരന്മാരെ ചരിത്ര കടന്നുപോയത്. അന്ന് എത്ര സൗന്ദര്യമുള്ള ആത്മക്കയറ്റുന്നവരും എത്ര സമ്പത്തിന്റെ ആത്മക്കയറ്റുന്നവരും എല്ലാവരും അവരെ സൗന്ദര്യത്തിനും അവരെ സമ്പത്തിനും ഒറ്റ അള്ളാഹുടെ മാർഗം വിനിയോഗിച്ചവരും അതുപോലെ അള്ളാഹു തൃപ്തിപ്പെട്ടന്റെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പാത്തന്റെ. അതുകൊണ്ട് ഏത് സമയത്തും മരിപ്പുലകൾ മുതൽ കടന്നുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു കൂവത്തിന്റെ സമയത്തില് ഈ ഒരു താക്കത്തിന്റെ സമയത്തില് ഞങ്ങൾ അള്ളാഹുടെ മാർഗത്തിൽ വിനിയോഗമാക്കണം ഇൻഷാ അല്ലാഹ്. ഇതേ പണ്ട് 27 താരീഖ് നേരത്തെ 12 ഒരു ബാലക്കാരന്മാർക്ക് വെച്ച് ഈ ഒരു സഭയ്ക്ക് നിങ്ങൾ എല്ലാവരും ഹാജരാവും ചൊല്ലിട്ട് നിങ്ങൾ ഗമനിക്കുന്നത്. അതുകൊണ്ട് അമ്മമ്മമാർ നിങ്ങളെ മക്കളെ ഈ വിഷയത്തിൽ പ്രോത്സാഹിക്കണം. കാരണം നിങ്ങളെ മക്ക സ്വാലിഹായ മക്ക ആയിട്ടില്ലെങ്കിൽ അത് ദുനിയാവും ആഖിറത്തിലും വലിയൊരു മുതലെത്തിക്കരുത്. നാം വിശദീകരിക്കൊണ്ടില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിൽ പിന്നും ഒരു മനുഷ്യന് കിട്ടേ ആ പ്രതിഫലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോ വലതും സ്വാലിഹുൻ യദ്ഉലഹു ചൊല്ലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നല്ല സ്വാലിഹായ മക്ക ആ മക്കളെ പ്രാർത്ഥന അത് മരണാനന്തരം അബ്ബു കിട്ടു ചൊല്ലിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മക്കളെ ദുനിയാവിലെ പഠിപ്പിനെ നല്ല പഠിപ്പറ്റ വിരോധമില്ല. എന്നെങ്കിലും ദീനിന്റെ പഠിപ്പില്ലാണ്ട് ഒരു ദുനിയാവിന്റെ പഠിപ്പും വേണ്ട സഹോദരന്മാരെ. കാരണം അതൊക്കെ ദുനിയാവിൽ അവസാനിപ്പിക്കരുത്. നാളെ പരലോക ജീവിതത്തിൽ ഒരു രൂപത്തിന്റെ ഉപകാരത്തിൽ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ മക്ക ദുനിയാവിലും ആഖിറത്തില് ഞങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുടെ ദീനിന്റെ ചൗക്കട്ടില് മക്കൾ ഇപ്പോ അങ്ങനെ ഇന്നുണ്ടെങ്കിൽ ആ മക്ക ഒരിക്കലും മറക്കില്ല. മരണപ്പെട്ടു പോയി അതിന് അബ്ബമ്മന് ഒരിക്കലും ജീവിതത്തിൽ ഒരു ഘട്ടത്തും അത് മറക്കില്ല. അത് പ്രാർത്ഥിക്കരുത്. എത്രത്തോളം ചെല്ലെങ്കിൽ ഒരു മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ മയ്യത്ത് നിസ്കാരത്തിൽ 4 തക്ബീർ ഉണ്ട്. അതിൽ 3ാമത്തെ തക്ബീർ അത് കഴിഞ്ഞാൽ പിന്നെ അതില് മയ്യത്ത് ബേനയ്ക്കുള്ള പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിൽ തന്നെ എന്നെങ്കിൽ ആ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിൽ തന്നെ അത് ഇഖ്ലാസോട് കൂടി ഐറ്റിക്കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ആ മയ്യത്ത് ബേനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോ ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇഖ്ലാസോട് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഏതാ ഒരു പള്ളിയുടെ ഖത്തീബുക്ക് സാധിക്കില്ല. കാരണം ആ മനുഷ്യൻ അതിന്റെ ഡ്യൂട്ടി മാത്രമേ അതൊരു മോനായിട്ട് പിറവുന്നുണ്ടെങ്കിൽ ഒരു അബ്ബരെ അല്ലെങ്കിൽ ഉമ്മയുടെ മയ്യത്തിൽ പിറക്കുന്ന ഒരു മോനുണ്ടെങ്കിൽ ആ മോന് ഇഖ്ലാസോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അല്ലാഹുവേ എന്റെ അബ്ബുവിന് പുറത്തു കൊടുക്കുന്ന ചോദിച്ചു. അതൊരു ഒസ്താദിന് കിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മനുഷ്യന് കിട്ടില്ല. അത് സ്വന്തം മോനും അല്ലെങ്കിൽ ഔത്തുണ്ടെങ്കിൽ മോന് കഴിപ്പിക്കരുത് ആ മയ്യത്ത് നിസ്കാരത്തിന് കിട്ടരുത്. അങ്ങനത്തെ ഒരു മക്കളെ ഉണ്ടാക്കിയെടുക്കും. അതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ ഇത്. അതുകൊണ്ട് എല്ലാ അബ്ബും മറ്റു റിക്വസ്റ്റ് ആക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഓഫീസിൽ നിങ്ങളെ മക്കളെല്ലാവരും കർത്തുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നു, നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വന്തത്തിൽ വേണ്ടിയിട്ടും
പല സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങളെ ഈ പരിങ്ങിപ്പേട്ട യൂണിറ്റിലെ ഒരു മെമ്പർ ആയിട്ടുള്ള സിദ്ദീഖ് ചൊല്ലിയ ഞങ്ങളുടെ സഹോദരൻ മുന്നാൻ നടന്ന ഒരു ആക്സിഡന്റിൽ യൂണിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് 2 ഓപ്പറേഷൻ ആയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാഫിയ റബ്ബു അതിലേക്ക് പരിപൂർണമായ ആരോഗ്യത്തെ ആഫിയത്തിലെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനത്തെ അപകടപ്പെട്ടിട്ടും അതേപോലെ ഉഷാറില്ലായിട്ടും ഹോസ്പിറ്റലിലും മൗത്തുമായിട്ട് കഷ്ടപ്പാടുണ്ട് ബുദ്ധിമുട്ട് വേണ്ടി എല്ലാവർക്കും ശാഫിയ റബ്ബു പരിപൂർണമായ ആരോഗ്യത്തെ സിഫത്തെ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നമ്മുടെ പ്രയാസത്തിന് അല്ലാഹു ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കുക അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ എത്രമാ വിശ്വാസന്മാർക്കും അല്ലാഹു എല്ലാവരുടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ കബറ് അല്ലാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. കടക്കൊണ്ട് ബുദ്ധിമുട്ട് വല്ല ആൾമാറുള്ളൂ അല്ലാഹു ഏറ്റ കടത്തെ ഹലാലായ രൂപത്തിൽ കൊടുത്തുവിടും. മരിക്കുന്ന നേരത്തിൽ കടയില്ലാണ്ട് മരണപ്പെട്ടു പോലും അല്ലാഹുവിനെ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ നാളെ ഒരു കൂട്ട സ്വർഗത്ത് ഒരു കൂട്ട നരകത്ത് പോകുമ്പോ ആ സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസില് ഒരുമിച്ച് കൂട്ട സൗഭാഗ്യത്തെ ആൾമാരെ കൂട്ടത്തില് അല്ലാഹുവേ ഞങ്ങളെല്ലാം മുൻപെടുത്ത് അനുഗ്രഹിക്കണേ. അല്ലാഹുവേ ഭയാനകമായ നരകത്തിൽ നിന്ന് ജഹന്നമിൽ നിന്ന് ഞങ്ങളെല്ലാവരും കാത്തു സലാമത്താക്കണേ. അല്ലാഹുവേ ഞങ്ങൾ ജീവിക്കുന്ന പ്രായത്തില് സ്വസ്ഥതയും സമാധാനത്തെയും അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എത്രമാ ബാലക്കാർമാർ എത്രമാ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ആ ബന്ധനത്തിന് മുക്താവുന്ന ന്യായത്തെ അല്ലാഹു പുറത്തു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.